ജയന്ത് സേട്ട് തന്റെ ജീവിതത്തിൽ ഒരുപാട് പണം സമ്പാദിച്ചു. അയാൾ വലിയ ധനികനായിരുന്നു. അയാൾക്ക് ധാരാളം ഫാക്ടറികളും ബംഗ്ലാവും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അയാൾ രോഗിയാണ്. എപ്പോഴും കിടക്കയിൽ തന്നെ കിടക്കും. പഴയൊരു വേലക്കാരനുണ്ടായിരുന്നു മദൻ. അയാളാണ് സേട്ടിനെ നോക്കിയിരുന്നത്. സേഠ്ജി അങ്ങ് പറഞ്ഞ പോലെ ഞാൻ വക്കീൽ സാറിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ പ്രോപ്പർട്ടി എല്ലാം മൂത്ത മകൻ അജയുടെ പേരിൽ എഴുതി വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ കാട്ടിലുള്ള കുടില് മാത്രം വിജയുടെ പേരിലും. ആ ശരി. പക്ഷേ സേഠ്ജി, അങ്ങയ്ക്ക് അജയെപ്പറ്റി നന്നായി അറിയാവുന്നതല്ലേ? പക്ഷെ അങ്ങയുടെ പ്രോപ്പർട്ടി മുഴുവനും അജയുടെ പേരിൽ എഴുതി വെക്കണമെന്നും പറയുന്നു. പക്ഷെ പാവം വിജയമോന് മാത്രം ഒരു കുടില് കൊടുത്തിരിക്കുന്നു. അതെന്തിനാണ്? അങ്ങ് എന്തിനാണ് അങ്ങനെ ചെയ്തത്? അജയ് എത്ര വൃത്തികെട്ടവനാണെന്ന് എനിക്ക് നന്നായി അറിയാം. അവൻ ഈ പ്രോപ്പർട്ടിക്ക് വേണ്ടി തന്റെ സഹോദരനെ എന്ത് വേണമെങ്കിലും ചെയ്യും. അതുകൊണ്ട് തന്നെയാ എന്റെ പ്രോപ്പർട്ടി മുഴുവനും അവന്റെ പേരിൽ എഴുതി കൊടുത്തേ. അതുകൊണ്ട് എന്റെ ഇളയ മോന്റെ ജീവൻ രക്ഷിക്കാലോ. പക്ഷെ അതുകൊണ്ട് ഇളയ മകൻ പാവപ്പെട്ടവനായി ജീവിക്കേണ്ടി വരില്ലേ? ഇല്ല മദൻ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ വേണമെങ്കിൽ നോക്കിക്കോ. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നന്നായി ആലോചിച്ചേ ചെയ്യാറുള്ളൂ. ശരി മുതലാളി. എന്റെ മരണശേഷം നീ വിജയുടെ കൂടെ താമസിക്കണം. ശരി മുതലാളി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ജയന്ത് സേട്ട് മരിച്ചു. അയാളുടെ മരണശേഷം വക്കീൽ വീട്ടിലെത്തി. സേട്ട് തന്റെ സ്വത്തുക്കളെല്ലാം മൂത്ത മകൻ അജയുടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ വിജയ്, നിന്റെ പേരിലെ കാട്ടിലുള്ള കുടിലും മാത്രമേയുള്ളൂ. വാവ്, എനിക്കിതറിയില്ലായിരുന്നു. എന്റെ അച്ഛന് എന്നോട് ഇത്രമാത്രം സ്നേഹമുണ്ടെന്ന്. സ്വത്തിന്റെ ഭൂരിഭാഗവും എനിക്ക് എങ്ങനെ കിട്ടുവാന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എന്തായാലും സ്വത്ത് മുഴുവനും എനിക്ക് കിട്ടിയത് നന്നായി. എനിക്കങ്ങനെ പ്രോപ്പർട്ടിയിൽ ആഗ്രഹമൊന്നുമില്ല. എനിക്ക് തന്ന ആ ചെറിയ കുടിലിൽ സന്തോഷത്തോടെ കഴിഞ്ഞാൽ മാത്രം മതി എനിക്ക്. ചേട്ടാ, എന്നാ ഞാൻ ഇറങ്ങട്ടെ? ആ ശരി, അങ്ങനെ ആവട്ടെ. വിജയ് ബംഗ്ലാവ് വിട്ടു പോകാൻ ഒരുക്കമല്ലായിരുന്നു. അജയ് മോനെ, ഞാനും വിജയമോന്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുകയാണ്. താൻ ആ കുടിലിൽ പോയി എന്ത് ചെയ്യാൻ പോവാടോ? മരിക്കുന്നതിന് മുമ്പ് എന്നോട് മുതലാളി പറഞ്ഞിരുന്നു വിജയമോന്റെ കൂടെ പോയി താമസിക്കുവാൻ. അങ്ങനെയാണോ? എന്നാ ശരി, പോയിക്കോ. വിജയും മദനും കാട്ടിന്റെ അപ്പുറത്തേക്ക് പോയി. കാടിന്റെ മധ്യത്തിൽ അവർ ഒരു കുടിൽ കണ്ടു. മുതലാളി എന്താ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മോന് സ്വത്തുക്കൾ മുഴുവനും കൊടുത്തു. രണ്ടാമത്തെ മോനാണെങ്കിൽ ഇതാ ഈ കുടിലും. അങ്കിൾ, നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കണ്ട. അച്ഛൻ ശരിക്കും ആലോചിച്ചായിരിക്കും ഈ തീരുമാനം എടുത്തിട്ടുണ്ടാവുക. നമുക്ക് കാണാം മോനെ. രണ്ടുപേരും ആ കുടിലിന്റെ അടുത്തെത്തി. വിജയ് ആ കുടിലിന്റെ അകത്തേക്ക് കാലെടുത്ത് കുത്തിയപ്പോൾ അവൻ ഷോക്കായി. അങ്കിൾ, അങ്കിൾ! മദൻ കുടിലിന്റെ അകത്ത് കയറിയപ്പോൾ അയാളും വിസ്മയിച്ചു പോയി. ആ കുടിലിന്റെ അകം ഒരു ബംഗ്ലാവ് പോലെ ഉണ്ടായിരുന്നു. കാഴ്ചയ്ക്ക് പുറത്തുനിന്ന് ഒരു കുടില് പോലെയായിരുന്നെങ്കിലും അതിന്റെ ഉള്ളിൽ കൊട്ടാരം പോലെയായിരുന്നു. ഇത് കൊള്ളാലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അച്ഛൻ നന്നായി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുകയുള്ളൂന്ന്. അതേ മോനെ, ഇപ്പോഴാ മുതലാളി പറഞ്ഞത് എനിക്ക് മനസ്സിലായത്. രണ്ടുപേരും വിസ്മയത്തോടെ ആ കൊട്ടാരത്തിന്റെ ഉൾവശം മുഴുവൻ കണ്ടു. അവിടെ വലിയൊരു സിംഹാസനം ഉണ്ടായിരുന്നു. ആ, ഇവിടെ ഒരു സിംഹാസനം കൂടി ഉണ്ടല്ലോ. ആ വിജയമോനെ, നീ ഒന്ന് കേറി ഇരുന്നേ. എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വിജയ് സിംഹാസനത്തിലിരുന്നു. ഇത് ശരിക്കും ഒരു രാജാവിന്റെ സിംഹാസനം പോലെ തന്നെയുണ്ട്. വിജയ് സിംഹാസനത്തിലിരുന്നപ്പോൾ അവന്റെ മുന്നിൽ ഒരു ഭൂതമെത്തി. അങ്ങേക്ക് എന്താണ് വേണ്ടതെന്ന് പറയൂ യജമാനനെ. ഭൂതം, ഭൂതം! അതെ, ഞാനൊരു ഭൂതം തന്നെയാണ്. നീ എങ്ങനെ ഇവിടെ വന്നത്? ഞാൻ ഈ സിംഹാസനത്തിലാണ് ഉള്ളത്. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇന്ന് വരെ ഏകദേശം 45 വർഷങ്ങൾക്ക് മുൻപ് നിന്റെ അച്ഛൻ ജയന്ത് സേട്ടിന് ഒരു കടയുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഈ കുടിലിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരുപാട് ദൂരത്തുനിന്ന് വന്ന ഒരു വ്യാപാരി ഈ കാണുന്ന സിംഹാസനം സേട്ടിനെ വിറ്റിട്ട് പോയി. ജയന്ത് സേട്ട് ഈ സിംഹാസനം നന്നാക്കി എടുത്തു. എന്നിട്ട് ഇത് കുടിലിലേക്ക് കൊണ്ടുവന്നു. ജയന്ത് സേട്ട് ഈ സിംഹാസനത്തിൽ ഇരുന്ന ഉടനെ ഞാൻ അദ്ദേഹത്തിന് അടിമയായി മാറി. അന്നു മുതൽ എന്റെ മുതലാളിയുടെ ഓരോ ആഗ്രഹങ്ങളും ഞാൻ പൂർത്തീകരിച്ചു കൊടുത്തു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് മുതലാളി ഇവിടെ വന്നിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹം എന്നോട് പറഞ്ഞു, എന്റെ മരണശേഷം എന്റെ മകൻ വിജയ് ആയിരിക്കും ഈ സിംഹാസനത്തിൽ വന്നിരിക്കുക. എന്റെ ജീവിതകാലം മുഴുവനും നീ എനിക്ക് തുണയായി ഇരുന്ന പോലെ അവനും തുണയായി ഇരിക്കണം. അവനെ നീ എപ്പോഴും സന്തോഷിപ്പിക്കണം. അതുകൊണ്ട് ഞാനിപ്പോ നിന്റെ അടിമയാണ്. അങ്ങയുടെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാലും മുതലാളി. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോ നന്നായി വിശക്കുന്നുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. അങ്ങനെ ആവട്ടെ മുതലാളി. ഭൂതം വിജയത്തിന്റെ മുൻപിൽ ഒരുപാട് പലഹാരങ്ങൾ നിരത്തി. അത് കണ്ട് മദനും വിജയും സ്തബ്ധരായി. എന്റെ അമ്പോ, ഇത്രയും ഭക്ഷണ സാധനങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടേയില്ല. മദനും വിജയും പലഹാരങ്ങൾ കഴിക്കാൻ ആരംഭിച്ചു. അപ്പോൾ അജയ് ആ കുടിലിനകത്തേക്ക് വന്നു.
കുടിലിന്റെ ഉൾവശം കണ്ടപ്പോൾ അജയ് സ്തബ്ധനായി. എന്നുവെച്ചാൽ അച്ഛൻ എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? നിനക്കൊരു ജിന്നിനെ തന്നിരിക്കുന്നു. ഇവൻ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കും. എനിക്ക് കുറച്ച് പ്രോപ്പർട്ടി മാത്രമേ തന്നിട്ടുള്ളൂ. എനിക്ക് വേണം ഈ ജിന്നിനെ. നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാ. എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? എന്തോന്ന് വെച്ചാൽ എന്റെ പഴയ മുതലാളി, അടുത്ത മുതലാളി ഇദ്ദേഹമാണെന്ന് പറഞ്ഞാണ് പോയത്. ഇദ്ദേഹം എന്നെ അടുത്തയാൾക്ക് കൊടുക്കുന്നത് വരെ ഞാൻ ഇദ്ദേഹത്തിന്റെ അടിമയായി ഇവിടെ ഉണ്ടാകും. ഓ, അപ്പൊ അതാണല്ലേ കാര്യം. ഞാൻ നിന്നെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കും. അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നിനക്കങ്ങനെ ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ഉള്ളിടത്തോളം കാലം എന്റെ മുതലാളിയെ ആർക്കും തൊടാൻ പോലും സാധിക്കില്ല. ഓ ഓ എന്റെ നടുവ് ഒടിഞ്ഞു. നിനക്ക് ഇത്രയും മതിയാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഒരു തവണ കൂടി എന്റെ മുതലാളിയുടെ നിരക്കെങ്ങാനും വന്നാൽ പിന്നെ നിനക്ക് ജീവൻ പോലും കാണില്ല. മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. മുതലാളി എന്തായാലും നല്ല തീരുമാനമാ എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇത് മുൻപേ അറിയാമായിരുന്നു. അന്നു മുതൽ വിജയും മദനും മാന്ത്രിക ശക്തി കൊണ്ട് ജീവിച്ചു. അവർക്ക് യാതൊരു കഷ്ടപ്പാടുകളോ പ്രയാസങ്ങളോ ഉണ്ടായിരുന്നില്ല.